ഈ അമ്മയെ തകർക്കുന്നത് കൊണ്ട് ആർക്കാണ് ലാഭം, അല്ലെങ്കിൽ ആർക്കാണ് ഇത്ര സന്തോഷം ലഭിക്കുന്നത്? അങ്ങനത്തെ കുറേ ആൾക്കാരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും എനിക്ക് കുറേ കാലം മനസ്സിലായിട്ടുണ്ട്. കാരണം ബേസിക്കലി അസൂയയാണ്. ബേസിക് വികാരം എന്ന് പറഞ്ഞാൽ അസൂയയാണ്. ഇങ്ങനെ അമ്മ എന്തമ്മ എന്ന് പറയുന്നത് അവർക്ക്, കാരണം അമ്മ ചെയ്യുന്ന നന്മകളെ പറ്റിയിട്ട് അറിയാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഈ അമ്മ ചെയ്യുന്ന ഇത് എന്തിനാണ് അവർ മാത്രം ചെയ്യുന്നത് അങ്ങനെയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ വൈരാഗ്യങ്ങൾ വെച്ചിട്ടായിരിക്കാം. അങ്ങനെ ഉണ്ടാവുമല്ലോ പേഴ്സണലായിട്ട്. അപ്പോൾ അവർ കാത്തിരിക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ പണ്ടങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവർ കാത്ത് ഇപ്പോൾ വേണ്ട. അപ്പോൾ എപ്പോഴും ഈ ഒരു ഹൈലൈറ്റിലേക്ക് ഒരു ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇവൻറ്റ് വരുമ്പോൾ അവിടെ അടിക്കാവനെ മനസ്സിലായി. ഇപ്പോൾ നമ്മളൊരു എലക്ഷൻ നിൽക്കുമ്പോൾ, കാര്യം നമ്മൾ മിണ്ടാണ്ട് നടക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. നമ്മളൊന്ന് എലക്ഷൻ നിന്ന് നോക്കി, നമ്മുടെ പേരിൽ ഇങ്ങനെ എലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കും. അതായാലും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരുപാട് വരുവാണ്. അതാ ഇവൻ്റ് വരുമ്പോഴാണ്. അപ്പോൾ ഇതന്നെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഇവൻ്റ് വന്നപ്പോൾ അമ്മയുടെ എലക്ഷൻ അത് വരുമ്പോൾ അതിനൊന്ന് ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് അവർക്ക്. ഈ ശ്വേതാമേനോൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തകർക്കാൻ വേണ്ടി ബാബുരാജിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനാണ് ഇത് എന്നുള്ള രീതിയിലൊരു തിയറിയും ബൂമപ്പ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ ഉള്ളിലെ 2 അംഗങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ഒരു കയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടാക്കുക, അത് സാധ്യമാവുന്നത് പോലെയല്ലേ കാണുന്നത്? അല്ല, ഇതിനകത്ത് ബാബുരാജിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് എനിക്കറിയില്ല, അത് ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ബാബുരാജ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല അയാൾക്ക്. പക്ഷേ അതൊക്കെ ഉണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, എന്താണ് മോട്ടീവ്? ബാബുരാജിന് എന്താ മോട്ടീവ്? ഈ പിന്നെ ശ്വേതാമേനോൻ എങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാനുള്ള മോട്ടീവ് ആൾക്കില്ലല്ലോ. അതല്ല ഞാൻ എപ്പോഴും പറയുന്നു, അമ്മയ്ക്കകത്തുള്ള ഒരാൾ ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്കോ ഇൻഡസ്ട്രിക്കകത്ത് അവരും ചെയ്യില്ല. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ചില വഴക്കുകളൊക്കെ ഉണ്ടാവാം. അതല്ലാതെ മാരകമായ രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരാളും മലയാള സിനിമയിലില്ല. ഈ അമ്മ പലപ്പോഴും ഈ പുരുഷാധികാരത്തിൻ്റെ ഒരു കേന്ദ്രമാണ്, ഇവിടെ ഒരു ഫ്യൂഡൽ മാടമ്പിത്തരമാണ് നടക്കുന്നതെന്ന് 2018 നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് അവിടെ വേണ്ട വിധത്തിലുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലായി വരുന്നു. അമ്മയുമായി വിഘടിച്ച് തന്നെയാണ്, ഒരു വിരുദ്ധാഭിപ്രായത്തിലൂടെ തന്നെയാണ് WCC ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ഉണ്ടാകുന്നത്. എന്താണ് ശരിക്കും അമ്മയുടെ ഉള്ളിലെ സ്ത്രീ അഭിപ്രായത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ നിജസ്ഥിതി? ശരിക്കും പറയാൻ അമ്മയ്ക്ക് ഉള്ളിലത്തെ കാര്യം പറയാം, അമ്മയ്ക്ക് പുറത്തല്ല പറയണം. അമ്മയ്ക്കുള്ളിൽ ഇത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ AGM-ലൊക്കെ വന്നാലും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലും നമ്മൾ അതിനപ്പോൾ ഇടപെട്ടിട്ട് ഞാൻ ഒരു ടേമിൽ 2 or 3 ടേമിൽ ഞാൻ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. ആ സമയത്തൊക്കെ ഇങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളത് തീർക്കാറുണ്ട്. അതല്ലാതെ ഒരു ഇഷ്യൂ ആയിട്ട് മാറ്റാറില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിലെന്ന് വെച്ചാൽ അങ്ങനെ ഈ അമ്മയിലേക്ക് അമ്മ ശ്രദ്ധിക്കുന്നില്ല, അമ്മ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പറയുന്നില്ല, ഒന്നും ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഇന്നസെൻ്റ് 17 വർഷം നിന്ന ആളാണ്. എത്രയോ ഇഷ്യൂസ് അയാൾ സോൾവ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇഷ്യൂ. കാരണം അയാൾക്ക് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അയാൾക്കൊരു മെത്തേഡ് ഉണ്ട്. 17 വർഷമാണ് അയാൾക്ക് അൺഅപ്പോസ്ഡാണ്. 17 വർഷം അമ്മയുടെ പ്രസിഡൻ്റായിട്ട് ഇരുന്ന ആൾ ഇന്നസെൻ്റ്. അത് അദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ടല്ലേ? അതെ, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ട് മാത്രമാണത് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഇഷ്യൂസ് നമുക്കറിയാവുന്നുണ്ട്, ഒരുപാട് ഇഷ്യൂസ് കറക്റ്റായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്, ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഇഷ്യൂ പോലും പുറത്തു പോകാത്ത വിധത്തിൽ അകത്ത് തന്നെ വെച്ചിട്ട് സോൾവ് ചെയ്തിട്ടൊരു മനുഷ്യനാണ്, ഒരു മഹാനാണ് ഇന്നസെൻ്റ്. അപ്പോൾ ആ ഇന്നസെൻ്റ് പോയി പിന്നെ മോഹൻലാൽ വന്നിട്ട് മോഹൻലാൽ ഇത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കേട്ടിടത്തോളം ഇപ്പോൾ അവരോടൊക്കെ എലിഗേഷൻസ് എന്ന് പറയുന്നത് ഈ അമ്മ ചെയ്യുന്നതല്ലത്. അമ്മ ഒരിക്കലും ചെയ്യില്ല, അമ്മ എന്ന സംഘടന ചെയ്യില്ല. ഇതൊക്കെ പേഴ്സണൽ വൈരാഗ്യങ്ങളാണ്, പേഴ്സണാലിറ്റി ടു പേഴ്സണാലിറ്റി. അല്ലാതെ ഒരു അമ്മ ഇങ്ങനെ ചെയ്തു, അമ്മ ഒന്നും ചെയ്തില്ല. അമ്മയ്ക്കകത്ത് പീഡനങ്ങളില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അതുപോലെയുള്ള ഒന്നിനും ഈ വലുപ്പച്ചെറുപ്പങ്ങളില്ല, എല്ലാം ഒന്നുപോലെയാണ്. ഞാനത് നേരിട്ടിട്ട് കാണുന്ന ആളല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ. പല ഇഷ്യൂസിലും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നേരെ അമ്മയോട് വിളിച്ച് പറയും, അത് എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടിട്ടുണ്ട്.
ഞാൻ പേജിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന് ഈ സൊല്യൂഷൻ കാണാത്തത് കാരണം ചില റിജിഡായിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരു തരത്തിൽ കോംപ്രമൈസ് തയ്യാറാവില്ല. അതൊരു വാശി എന്ന് പറയുള്ളൂ. അതിന് പറയുന്നത് നമ്മൾ വാശിയാണ്. വാശി കൊണ്ട് നമുക്ക് ഒരിക്കലും ജയം ഉണ്ടാവില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുകൊടുക്കണ്ടല്ലേ. ഇല്ല, ഞാനത് വിട്ടുകൊടുക്കില്ല എന്ന്. അത് പല സില്ലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വാശി. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ അങ്ങനെ ഉണ്ടായാൽ തന്നെ ഞാനത് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ എല്ലാ പ്രയത്നങ്ങളും ഉണ്ടാവും. സർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ 2 പേരുകളുണ്ടല്ലോ, ശ്രീ മോഹൻലാൽ, നമ്മളെ വിട്ടുപോയ മഹാനായ ഇന്നസെൻ്റ്. ഇവർക്ക് 2 പേർക്കും ഉള്ളൊരു പ്രത്യേകത, നല്ല രീതിയിൽ നയതന്ത്രം ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. സാർ അതിനെ സ്വയം വിശകലനം ചെയ്ത് നോക്കുമ്പോൾ സാറിൻ്റെ ആ ഒരു കപ്പാസിറ്റി പറ്റി എന്താ തോന്നിയിട്ടുള്ളത്? അല്ല, അതേപോലെ ഞാൻ ചെറുപ്പം മുതലേ ഈ രാഷ്ട്രീയത്തിലുള്ള മനുഷ്യൻ, സ്കൂൾ ലൈഫിലെ ഞാൻ സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിലുള്ള ആളാണ്. അപ്പോൾ എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ വേദന കണ്ടിട്ടാണ് ഞാൻ ഇതിനകത്ത് വന്നത് തന്നെ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അന്ന് മുതൽ. എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, അങ്ങനെ ഒരു ജീവിതമാണ് എൻ്റെ ഇത്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ അയൽവക്കത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഇടപെടും, പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ പല ആൾക്കാർക്കും പല എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. എന്തെങ്കിലും ഈ താലൂക്ക് ഓഫീസിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ ഈ ആശുപത്രികൾ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളൊരു ടീമുണ്ടായിരുന്നു, എല്ലാവരും കൂടി ആ കാര്യങ്ങൾ നടത്തി കൊടുക്കും. അങ്ങനെ വന്ന ആൾക്കാരാണ്. അങ്ങനെ ഇഷ്യൂസൊക്കെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് അന്ന് മുതലേ ഉണ്ട്, ഞങ്ങളറിയാതെ. പൗരപ്രവർത്തനം അന്നേ ഉണ്ട്. യെസ്, ആ പ്രവർത്തനം അന്നേ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദേവേന്ദ്ര പ്രസിഡന്റിനോടൊപ്പം സ്ത്രീകൾ കൂടി അമ്മ സംഘടനയുടെ പ്രധാനപ്പെട്ട കീ റോളുകളിലേക്ക് വരുന്ന അങ്ങനെ ഒരു സ്വപ്നം ഇപ്പോൾ ഉണ്ടോ? തീർച്ചയായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഞാനിത് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നല്ല കാൻഡിഡേറ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ അവരൊക്കെ ജയിക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയായിരിക്കും. അവരൊക്കെ ഇപ്പം നമുക്കൊരു പാനലൊന്നുമില്ല കേട്ടോ, നമുക്കൊരു പാനലില്ല. ഞാൻ പാനലിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം പാനൽ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഇലക്ഷൻ ജയിച്ച് വരണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആ പാനലിൽ ഒരു ലീഡർ ഉണ്ടാവും. ആ ലീഡറിന് മാത്രമേ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പാടില്ല. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വരുന്നു. ആരാണ് പ്രസിഡൻറ്റ്, ഇയാൾക്ക് ഒരു ഒത്തുചേർന്ന് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു നയം നമുക്കുണ്ടായാൽ പിന്നെ പ്രശ്നങ്ങളില്ല. അവിടെയാണ് ജനാധിപത്യം വർക്കാവുകയും ചെയ്യുന്നത്. അവിടെയാണ് ജനാധിപത്യം വർക്കാവുക. അവിടെ നേരത്തെ തന്നെ നമ്മൾ പാനലുണ്ടാക്കി അത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണത്. ഒരു പാനലിൻ്റെ കൂടെ ഇന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു പാനൽ എന്ന് പറയുമ്പോൾ അയാളുണ്ടല്ലോ അല്ലേ, അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ പറ്റി ആരും നോക്കില്ല. മനസ്സിലായില്ലേ? ഈ പാനലിൽ അനർഹരായ ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഇത് ലീഡ് ചെയ്യുന്ന ആൾ നോക്കിയിട്ട് അയാളാണല്ലോ, അപ്പോൾ ആ പാനലിന് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അവിടെ ജനാധിപത്യമില്ല. ജനാധിപത്യമാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ മത്സരിക്കുക, ജയിക്കുക, എന്നിട്ട് അപ്പോൾ പാനൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ജയിച്ചവരുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പാനൽ സെലക്ട് ചെയ്യുക. അതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അമ്മ എന്ന സംഘടനയുടെ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെട്ട അനേകം സംഭവങ്ങൾ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയം തൊട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഒരു നടൻ ലത്തീഫ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ സംഭാഷണം വലിയ രീതിയിൽ വൈറലാവുന്നു. എല്ലാ സാറ്റലൈറ്റ് ചാനലുകളും ഉൾപ്പെടെയാണ് ആ ഫോൺ സംഭാഷണം ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. ജയൻ ചേർത്തലയുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ്. അത്യന്തം നിന്ദ ഉൾക്കൊള്ളുന്ന അത്യന്തം സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു പരാമർശമായിരുന്നു ആ ഫോൺ സംഭാഷണത്തിൽ ഉൾപ്പെടെയുള്ളത്. അദ്ദേഹവും എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹവും ഇലക്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നാമനിർദ്ദേശ പട്ടിക നൽകിയിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ ഒരു സ്വഭാവം വെച്ച് ഇങ്ങനെയുള്ളവരാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ അമ്മ എന്ന സംഘടന അപ്പോൾ ആളുകൾ റേറ്റ് ചെയ്യില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാം പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിലും ഇങ്ങനെ ഈ സംഭാഷണങ്ങളുണ്ടല്ലോ, ആ സംഭാഷണത്തിൻ്റെ വൈകൃതങ്ങളിലൂടെയുള്ള ഒരു സംഭാഷണത്തിൻ്റെ പ്രശ്നങ്ങൾ വഹിക്കേണ്ടത് അവർ തന്നെയാണ്, അമ്മയല്ല. ഇത് അമ്മയല്ലല്ലോ പറയുന്നത്. അതിന് ബാധ്യസ്ഥത അവർക്കാണ്. അതിൻ്റെ തിക്താനുഭവം ഉണ്ടാവുന്നത് അവർക്ക് തന്നെയാണ്. ഇപ്പോൾ നിയമത്തെ പറ്റിയൊക്കെ കൃത്യമായി ധാരണയുള്ള അറിവുള്ള ഒരാളാണ് ശ്രീദേവൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ അമ്മ എന്നുള്ള സംഘടന പ്രവർത്തിക്കുന്നത് മര്യാദകളുടെ പുറത്തായിരിക്കുമോ അതോ ബൈലോൻ്റെ പുറത്തായിരിക്കുമോ? ബൈലോ പ്രകാരമാണെങ്കിൽ അമ്മയിൽ 1-2 കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് നടൻ ദിലീപിനെ പുറത്താക്കുന്ന സംഭവം, അല്ലെങ്കിൽ ഇപ്പോൾ ബാബുരാജിനോട് മത്സരിക്കാൻ പാടില്ല, ഒരു മര്യാദയുടെ പുറത്ത് ബാബുരാജ് മാറി നിൽക്കണമെന്ന് പറയുന്ന കാര്യം, അത് ബൈലോ പ്രകാരം അങ്ങനെ നമുക്ക് ആവശ്യപ്പെടാനും പറ്റില്ല. അപ്പോൾ ശരിക്കും ഇവിടെ മര്യാദകൾക്കാണോ പ്രധാനം അതോ ബൈലോനാണോ പ്രധാനം? എന്താ ആ ഒരു രീതിയിൽ താങ്കളുടെ സ്റ്റാൻഡ്? രണ്ടും കൂടി ചേർന്നതാണ്. ഈ ബൈലോ മാത്രമായതുകൊണ്ട് നമുക്ക് കിട്ടുക. ബൈലോ ഭയങ്കര റിജിഡാണ്. ഈ മര്യാദയാണ് ഈ
റിജിഡിറ്റീനെ നമ്മളൊന്ന് Dilute ഡൈല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കൂടി ചേർന്നാലാണ് ഒരു നല്ലൊരു ഭരണകർത്താവ് ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും വേണം നമുക്ക്. മര്യാദ വേണം. അല്ലാണ്ട് ഈ ബൈലോ നോക്കിയിട്ട് മാത്രം നോക്കി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് ഭയങ്കര റിജിഡാണ്. ഇന്നമാതിരി ഇയാൾ പ്രവർത്തിച്ച ഇയാൾ പിരിച്ചു വിടണം, അത് ബൈലോ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഈ സംഭാഷണത്തിലൂടെ ഈ വിചാരണയിലൂടെ നമ്മൾ തീരുമാനിക്കും. അതാണ് മര്യാദ. നമ്മൾ അയാളെ കേൾക്കുന്നു, എന്താ നിങ്ങളുടെ പ്രശ്നം, അല്ല തിരുത്താൻ തയ്യാറാണോ, ആണ് എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ അവിടെ മര്യാദയാണ് പ്രസക്തി, ബൈലോ അല്ല. അയാൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ബൈലോ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ ഒരു ഒറ്റ വെച്ചാൽ എല്ലാ അംഗങ്ങളും 506 അംഗങ്ങളും എൻ്റെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ ഈ ബൈലോ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പ്രതിരോധിക്കണമെങ്കിൽ ബൈലോ പഠിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ എന്തെങ്കിലും തരത്തിൽ ബൈലോവിന് എഗൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം അവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇറ്റ് ഇസ് എഗൻസ്റ്റ് ബൈലോ, നമ്മളെ എഫക്റ്റീവ് അത്. ഇപ്പം നമ്മൾ കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് നമ്മൾ കാണുന്നത് ഈ ബൈലോവിനെ പറ്റിയ ഒന്നും അറിയാത്ത കുറേ അംഗങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നത്. ദർ ഇസ് എ സ്പെസിഫിക് ബൈലോ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഇതൊക്കെ ഉണ്ട്, ഇതിനെ ചെയ്യാൻ പാടില്ല. അതായത് അമ്മയെ പറ്റി പുറത്തു പോയി ആക്ഷേപിക്കാൻ പാടില്ല എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ കമ്മിറ്റി പുറത്താക്കാനുള്ള അവകാശം കമ്മിറ്റിക്കുണ്ട്. എക്സ്പെൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. എക്സ്പെൽ ചെയ്യാനുള്ള അവകാശം കൂടി ഉണ്ട്. കമ്മിറ്റി ഭയങ്കര പവർഫുള്ളാണ്, മനസ്സിലായില്ലേ? അവിടെയാണ് മര്യാദ എന്ന് പറയുന്നത്. അവർക്ക് അങ്ങനെ ഞങ്ങൾ പോയി നിങ്ങൾക്ക് പറഞ്ഞു അത് ശരിയായില്ല എന്ന് നിങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തുക. അവർ പറയാണ് ശരിയാണ് അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവരെ എടുക്കും. നടൻ ദിലീപിനെ അമ്മ സംഘടന ആദ്യം പുറത്താക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ നടൻ ദിലീപ് തന്നെ ഇപ്പോൾ അമ്മ സംഘടനയ്ക്ക് ഇല്ല എന്ന നിലപാടുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബാബുരാജ് ഇലക്ഷന് വേണ്ടി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ബാബുരാജിനോട് മര്യാദ കാണിക്കണമെന്നാണ് മാലാപ്രവതി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ദിലീപ് കാണിച്ചൊരു മര്യാദയുണ്ടല്ലോ, ബൈലോയ്ക്ക് അപ്പുറമുള്ള മര്യാദ, അത് ബാബുരാജ് കാണിക്കണമെന്നാണോ സാറിൻ്റെ ഒരു സ്റ്റാൻഡ്? തീർച്ചയായിട്ടും കാണിക്കേണ്ടതായിരുന്നു. എലിഗേഷൻസ് വന്നു, അത് വളരെ സീരിയസ് ആയിട്ടുള്ള എലിഗേഷൻസാണ്, പോലീസ് കേസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ സിദ്ദിഖിൻ്റെ മേലുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എലിഗേഷനാണ്. ഇത് ആരോപണം വന്ന ഉടനെ വേറെ ആളും ചോദിക്കാനായിട്ട് അവസരം കൊടുക്കാതെ സിദ്ദിഖ് രാജിവെച്ചില്ലേ? അതാണ് മര്യാദ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് നമ്മുടെ മര്യാദ എന്ന് പറയുന്ന സാധനം. അത് വേണം നമുക്ക്. അല്ലാതെ നീ രാജിവെക്കുക അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പുറത്താക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നതല്ല. അവർ സ്വയം നിശ്ചയിക്കണം. ഇത് എൻ്റെ പേരിൽ എന്തോ വന്നിട്ടുണ്ട്, സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ എന്നുള്ളതല്ല. എൻ്റെ മേലൊരു ആരോപണം വന്നിരിക്കുന്നു, അത് തെളിയിക്കേണ്ട ഒരു കടമ എനിക്കാണ്. അപ്പോൾ ഹാവ് ടു റിസൈൻ. അത് ആദ്യം ഒരു മോഡൽ ഒരു മാതൃക കാണിച്ചത് സിദ്ദിഖല്ലേ? ഓൺ ദി സ്പോട്ട്. ഈ അലിഗേഷൻ ന്യൂസ് വന്ന ഉടനെ അദ്ദേഹം നേരെ പോയിട്ട് ലാലിൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. ആലോചിച്ചില്ലല്ലോ അയാൾ. അപ്പോൾ അതാണ് മര്യാദ എന്ന് പറയുന്നത്. അവിടെ ബൈലോ നോക്കിയിട്ട് അയാൾ ഫൈറ്റ് ചെയ്യാൻ നിന്നില്ല. അതേപോലെ തന്നെ ദിലീപിൻ്റെ കാര്യത്തിൽ നമ്മൾ ബൈലോ നോക്കിയില്ല, കമ്മിറ്റി ബൈലോ നോക്കിയില്ല. അനീതിയല്ല അത്. ഒരു അംഗത്തിന് പുറത്താക്കണമെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. അയാൾക്ക് നോട്ടീസ് കൊടുക്കണം, സമയം കൊടുക്കണം, എന്താണ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ, ഞാൻ അങ്ങനെയല്ല ചെയ്തത്, ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ള അത് കമ്മിറ്റി രൂപീകരിച്ചിട്ട് അത് അംഗീകരിക്കണം. അതിനൊക്കെ സമയമെടുക്കണം. ഇത് ഓൺ ദി സ്പോട്ടല്ലേ? ഓൺ ദി സ്പോട്ട് കമ്മിറ്റി, അതും ഇല്ലീഗലല്ലേ? അത് നിയമപരമായിട്ട് ബൈലോ പ്രകാരം ചെയ്തതല്ല. ബൈലോ പ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല. മമ്മൂട്ടി മോഹൻലാലും പറഞ്ഞത് ബൈലോ പ്രകാരം നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് മമ്മൂട്ടി മോഹൻലാലും. പക്ഷെ അവർക്ക് സമ്മർദ്ദങ്ങൾ വന്നു, എക്സ്റ്റേണൽ ഭയങ്കര പ്രഷർ വന്നു, അവർ പേടിച്ചു പോയി. മമ്മൂട്ടി മോഹൻലാലും വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, നമുക്ക് പുറത്താക്കാനുള്ള അവകാശം കമ്മിറ്റിക്കില്ല, ഉണ്ട്, പക്ഷെ അതിന് സമയമുണ്ട്. ഇപ്പം നമുക്ക് സസ്പെൻഡ് ചെയ്യാം, സസ്പെൻഷൻ പാടില്ല, ഇപ്പം തന്നെ ഡിസ്മിസ് ചെയ്യണം, പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഡിസ്മിസ് ചെയ്യണമെന്ന് പറയുന്നൊരു പ്രഷർ വന്നു. ഞാനവിടെ ദൃക്സാക്ഷിയാണ്.